ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അവളെ അമലുവിനെയും കൊണ്ട് ആശുപത്രിയിൽ എത്തുന്ന കല്യാണി ആ സത്യം തിരിച്ചറിയുകയാണ്. ഡോക്ടർ ആദ്യമേ മനസ്സിലാക്കുകയും കല്യാണിയോട് സത്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. കല്യാണി വേഗം തന്നെ കിരണിനെ വിളിക്കുകയാണ്. കിരണിനോട് കാര്യം പറഞ്ഞതിന് ശേഷം വേലു ഈ കാര്യം അറിയരുതെന്നും അതുപോലെ തന്നെ വേലുവിനെ ഈ ഹോസ്പിറ്റലിലേക്ക് അവൻ വരാതെ നോക്കണമെന്നും കിരണിനെ അറിയിക്കുകയാണ് കല്യാണി. അതിനുശേഷം അത് പ്രകാരം കിരൺ വേഗം തന്നെ വേലുവിന്റെ അരികിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ വേലു ആണെങ്കിൽ കല്യാണ വീടല്ലേ, അങ്ങനെ അവൻ അവിടുത്തെ പണികളൊക്കെ ഓരോന്ന് എടുത്തുകൊണ്ട് നിൽക്കാണ്. അത് കാണുന്ന കിരണ് വിഷമാവുന്നുണ്ട്. കിരൺ ചോദിക്കുകയാണ്, നീ എന്തിനു ഇതൊക്കെ ചെയ്യുന്നത്? നീ ഇതൊന്നും ചെയ്യാനല്ല, നീ ഇവിടുത്തെ പണിക്കാരൊന്നുമല്ല, നീ അതൊന്നും ചെയ്യണ്ട എന്ന് പറയാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട്, ഇല്ല സാറേ, എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ ഡോക്ടറും കൂടിയിട്ട് ആലോചിച്ച് തീരുമാനിച്ച് അമലുവിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. കുഞ്ഞിനെ നിനക്ക് വേണോ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ചേച്ചി, എനിക്ക് കുഞ്ഞിനെ വേണ്ട, ദുഷ്യൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ട എന്ന് പറയാണ്. അങ്ങനെ എന്തായാലും കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ അവർ തീരുമാനിക്കുകയും അന്നത്തെ ദിവസം തന്നെ അത് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും ആരും ഈ കാര്യം അറിയരുത്. അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൾക്കാർക്ക് സംശയം വരും, പിന്നെ വേലു ഇവിടേക്ക് വരും, അപ്പൊ കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ ആ കുഞ്ഞിനെ കളയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബൈജു ഈ ഒരു കാര്യം അറിയുന്നുണ്ട്. കിരൺ സംസാരിക്കുമ്പോൾ ബൈജു അരികിലുണ്ടായിരുന്നു. അങ്ങനെ ബൈജു മനസ്സിലാക്കാണ്. അതിനുശേഷമാണെങ്കിൽ അതുപോലെ തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ചന്ദ്രസേനൻ രൂപയും ആ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് കുറച്ച് പേർക്ക് മാത്രം ഈ സത്യം അറിയാം, എങ്കിലും വേലുവിന് ഇതൊന്നും അറിയില്ല. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അമലുവിനെ ആശുപത്രിയിൽ നിന്നും കൊണ്ടുവരികയാണ് വീട്ടിലോട്ട്, അതായത് നമ്മുടെ കല്യാണിയുടെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ അവളെ ബെഡ്റൂമിൽ അങ്ങനെ കിടത്തുന്നുണ്ട്. അവൾ അങ്ങനെ കിടക്കുമ്പോൾ ടെൻഷൻ ആവുകയാണ് വേലുവിന്. വേലു ചോദിക്കുന്നുണ്ട് കിരണിനോട്, എന്താ സാറേ, അമലുവിന് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ലടാ, എന്തായാലും ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ കൈയും കാലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അകത്ത് പോയി അമലുവിനെ ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ്. അവൻ അത്രയും പണികളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എടാ വേലു, നീ കൈയും കാലൊന്നും കഴുകില്ലല്ലോ, ഒരു കുഴപ്പമില്ല, കാരണം നിന്റെ ദേഹത്തല്ലേ അഴുക്കുള്ളത്, നിന്റെ മനസ്സൊക്കെ നല്ല ശുദ്ധിയുള്ളതാണ്, അതുകൊണ്ട് നീ അകത്തേക്ക് കയറുന്നോണ്ടൊന്നും യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുകയാണ്. എന്തായാലും വേലു കൈയും കാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അമലുവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പം അതിനു മുമ്പായിട്ട് അവിടെ കല്യാണി അമലുവിൻ്റെ അരികിൽ തന്നെ ഇരിക്കുകയാണ്. കല്യാണിയോടായിട്ട് അമലു വിഷമങ്ങളൊക്കെ പറയാണ്. ഞാൻ വേലുവേട്ടനെ ചതിക്കുകയായിരുന്നു, വേലുവേട്ടൻ എന്നോട് ഇത് ക്ഷമിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവളുടെ വിഷമം കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. നീ വേലുവിനെ ഒരിക്കലും ഇത് അറിയിക്കരുത് എന്ന് തന്നെയാണ് അപ്പോഴും കല്യാണി പറയുന്നത്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ വേലു അരികിൽ വന്നിരിക്കുമ്പോൾ കരയുകയാണ് നമ്മുടെ അമലു. അപ്പോൾ എന്തിനാ അമലു നീ ഇങ്ങനെ കിടന്ന് കരയുന്നത്? എന്തായാലും നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ മാമൻ പോയതിൽ നിനക്ക് വിഷമമുണ്ടെന്ന് അറിയാം, അപ്പം ഞാൻ കാരണമാണ് എൻ്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ ആ സമയത്ത് വേലു പറയുന്നുണ്ട്, നീയേ ടെൻഷൻ അടിക്കാതിരിക്കും. അപ്പോൾ വേലുവേട്ടൻ എന്നെ വിവാഹം കഴിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അതെന്താ അമലു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? വേണ്ട, വേലുവേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് അർഹതയില്ല വേലുവേട്ടനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ അമലു നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു സത്യം തുറന്ന് പറയാനാണ് പോകുന്നത്. എന്തായാലും കല്യാണി ഒരു പക്ഷേ ആ സത്യം അവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവളെ ഇടപെട്ട് അത് അങ്ങനെ ഒഴിവാക്കും. പക്ഷേ എന്തായാലും നമ്മുടെ വേലു സത്യങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വേലു എന്തായാലും അമലുവിനെ സ്നേഹിക്കും. അമലു പെട്ടെന്നായുള്ളൊരു ഷോക്ക്, ആ വാർത്ത അവന് അത് ചെറുതായിട്ടൊന്ന് ഷോക്കാകുമെങ്കിലും അവളെ ഒരിക്കലും വെറുക്കില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അമലുവിനെ വേലുവിനെ. അതുകൊണ്ട് തന്നെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യും. അങ്ങനെ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ മനോഹറിന് പരോള് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും മനോഹർ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആ ഒരു വാർത്ത അവരൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തിറങ്ങാൻ നമ്മുടെ മനോഹർ പോവുകയാണെന്ന് രാഹുൽ അറിയുമ്പോൾ രാഹുൽ പറയാണ്, ഞാൻ ഈ സമയത്ത് പുറത്തുണ്ടായിരുന്നെങ്കിൽ നിന്നെ അവിടെ വെച്ച് ഞാൻ തീർത്തേനടാ എന്ന് പറയുകയാണ്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ രണ്ടുപേരും ഇവിടെ അകത്തല്ലേ, ജയിലിൻ്റെ അകത്ത്, എന്നിട്ട് എന്തേ തനിക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടോ എന്നിങ്ങനെ പറയുന്നുണ്ട്.
അപ്പോൾ ഞാൻ എന്തായാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ആദ്യം ചെയ്യാൻ പോകുന്നത് എൻ്റെ കുഞ്ഞിനെ കാണും ഞാൻ, അതാണ് ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് രാഹുൽ എന്തായാലും ചൂട് കയറ്റി വിടുന്നുണ്ട്. രാഹുലിനൊന്നും ചെയ്യാൻ പറ്റുന്നുമില്ല. എന്തായാലും ഇനിയിപ്പോൾ മോള് അരികിലേക്ക് വന്നാൽ മാത്രമല്ലേ ഈ ഒരു കാര്യം പറയാനും അതുപോലെ കുഞ്ഞിനെ കാണാൻ അനുവദിക്കരുതെന്നൊക്കെ പറയാനൊക്കെ പറ്റത്തുള്ളൂ. എന്തായാലും ആ ഒരു സങ്കടത്തിൽ രാഹുൽ എങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ കല്യാണം തകൃതിയായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇവനാണെങ്കിൽ ഗംഗപ്രസാദ് ആണെങ്കിൽ ദിലീപിന്റെ വീടാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ദിലീപിനെ അപകടപ്പെടുത്താനാണ് അവന്റെ കൂട്ടുകാരന്മാരാടായിട്ടുള്ളവരോട് പറഞ്ഞിട്ടുള്ളത്. അമലുവിനെ ചതിച്ച സന്തോഷത്തിലേക്കാണ്, അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ സ്റ്റെഫിയും ഗംഗയെ കുറിച്ചിട്ട് ആലോചിച്ചിരിക്കുകയാണ്. ഗംഗ ഒരിക്കലും തന്നെ സ്നേഹിക്കുന്ന തന്നെ അവോയ്ഡ് ചെയ്തിട്ട് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കില്ല, ഒരിക്കലും ആ പെൺകുട്ടിയെ ചതിക്കില്ല. വേലുവും അമലുമായിട്ട് പ്രണയത്തിലായിരുന്നു ഗംഗ എന്ന് സ്റ്റെഫി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ വെറും അഭിനയം മാത്രമായിരിക്കും, തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് തന്നെയാണ് സ്റ്റെഫിയുടെ ഇപ്പോഴത്തെ വിചാരം. പക്ഷേ ഉടനെ തന്നെ കാര്യങ്ങൾ അറിയും. നമ്മുടെ സ്റ്റെഫിയെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് കിരണും കല്യാണിയും എത്തും. അപ്പോൾ ആ സത്യം പറയും, നിന്നെ ചതിച്ചുകൊണ്ട് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ വയറ്റിൽ അവൻ്റെ കുഞ്ഞിന് ഒരു വിത്ത് പാവിയിട്ടാണ് അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ സ്റ്റെഫി ആകെ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ അതിനുശേഷം എല്ലാവരും നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൂടി തന്നെ നിൽക്കുകയാണ്. ഒരിക്കലും ഒരാൾക്കും ഒരു അപകടം വരുത്തരുത് എന്നുള്ള രീതിയിൽ എന്തായാലും ഗംഗ ഈ കല്യാണം മുടക്കാനും അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ ഇപ്പോൾ ദിലീപിനെ കൊന്നു കഴിഞ്ഞാലും കല്യാണം എന്തായാലും മുടങ്ങുമല്ലോ, അത്രയ്ക്ക് ആശ്വാസമാകുമല്ലോ അവന്, അങ്ങനെയുള്ള ഒരു കാര്യത്തിലൊക്കെ നിൽക്കാണ്. പക്ഷേ ഈ തൻ്റെ പെണ്ണിനെ ചതിച്ചു എന്നറിയുന്ന വേലുവിനെ ഇനി ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അവൻ എന്തായാലും ഗംഗയെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ കൊന്നുകളയും. അത് വേറെ ആർക്കും ആ ഒരു ദൗത്യം നിറവേറ്റാൻ കൊടുക്കാതെ അവനെ കൊന്നുകളയുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുപോലെ തന്നെ ഗംഗ മുഖം മറച്ചുകൊണ്ട് അവിടേക്ക് പല ആൾക്കാരുടെ വേഷത്തിൽ പല രൂപത്തിലൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് എത്തുന്ന ഗംഗയെ നമ്മുടെ വേലു തന്നെ കത്തിയെടുത്ത് അവനെ കുത്തുകയാണ്. ആ കല്യാണ മണ്ഡപത്തിൽ ഒരു ചോരപ്പുഴ, ആ കല്യാണം മുടങ്ങാതെ തന്നെ ആർക്കൊരു അപകടം വരുത്താതെ തന്നെ ഗംഗയെ തീർക്കുന്നുണ്ട് എല്ലാവരും ചേർന്നിട്ട്. അതുപോലെ തന്നെ അമലുവിനും അവന് ഒരുപാട് ദേഷ്യമാണ്. അമലും അവൻ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ കരണക്കുറ്റി നോക്കി കൊടുക്കുന്നുണ്ട്. നീ എൻ്റെ അച്ഛനെ കൊന്നുവല്ലടാ, എന്നെ നീ ചതിച്ചിട്ട് നീ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെഫി ആണെങ്കിലും സ്റ്റെഫിക്കും ഒരുപാട് ദേഷ്യമാവുകയാണ് ഈ പറയുന്ന ഗംഗയോട്. അങ്ങനെ ഗംഗയ്ക്കുള്ള മറുപടി ആയിട്ട് സ്റ്റെഫിയും ജയിലിലേക്ക് പുറത്തിറങ്ങുമ്പോൾ സ്റ്റെഫിയും അതിനുള്ള മറുപടി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനോഹർ ആണെങ്കിൽ കുഞ്ഞിനെ കാണുന്നുണ്ട്. കിരണയെയും കല്യാണിയെയും സമീപിക്കുകയാണ്. തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവളറിയാതെ, സരയു അറിയാതെ ആ കുഞ്ഞിനെ അവരെ പുറത്ത് കൊണ്ടുവരികയും അതുപോലെ തന്നെ മനോഹറിന്റെ കയ്യിലേക്ക് കൊടുക്കുകയും മനോഹർ ആ കുഞ്ഞിനെ കൊഞ്ചിച്ച് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. എന്തായാലും സരയു അറിയാതിരിക്കാൻ അവര് പല ഇതും നോക്കുന്നുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും വലിയ ശത്രു ആവാൻ പോകുന്നത്, കിരണ്ടൊക്കെ ശത്രു ആവാൻ പോകുന്നത് സരയു തന്നെയായിരിക്കും. ഇപ്പോൾ ഗംഗ എങ്ങനെയാണോ ശത്രു ആയിരിക്കുന്നത് അതുപോലെ തന്നെ എന്തായാലും ഗംഗയുടെ മരണവും അതുപോലെ തന്നെ നമ്മുടെ മനോഹറിന്റെ മാറ്റം സരയു തിരിച്ചറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അമലുവും വേലുവും ഒന്നിക്കും, അവർക്ക് ഒരിക്കലും പിരിയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് തെറ്റ് അമലിന്റെ ഭാഗത്തുണ്ടായാലും അത് ക്ഷമിച്ച് അമലുവിനെ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട് വേലും. അങ്ങനെ ഒരു ഭാഗമാണ്, കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്